ട്രഡീഷണൽ സവാള കറിയാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വറ്റൽമുളക് ഒരെണ്ണം, ഇഞ്ചി 1/4 ടീസ്പൂൺ തീരെ ചെറുതായി കട്ട് ചെയ്തത്, കറിവേപ്പില, പച്ചമുളക് 2 എണ്ണം. എരിവ് കുറവുള്ള പച്ചമുളകാണെങ്കിൽ 2ഓ 3ഓ കൂടുതൽ എടുക്കാവുന്നതാണ്. വെളുത്തുള്ളി 7 അല്ലി 2ആയി നീളത്തിൽ കട്ട് ചെയ്തത്. ഇതൊരു ട്രഡീഷണൽ കറിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. വെളുത്തുള്ളി ഇതുപോലെ നീളത്തിൽ കിടക്കുന്നതാണ് അതിൻ്റെ ഒരു സ്റ്റൈൽ. സവാള 1/4 കിലോ ഇടത്തരം നീളത്തിൽ കട്ട് ചെയ്തത്. വിനാഗിരി 1/4 ടേബിൾ സ്പൂൺ. തേങ്ങാപ്പാൽ 1/4 പാൽ 1/2 കപ്പ്. 2/2 പാൽ 1 കപ്പ്. ഒരു ചെറിയ തേങ്ങയുടെ 1 മുറി തേങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ആദ്യം ഒരു ബൗളിൽ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളകുപൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്. ഇവ അല്പം വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റിവയ്ക്കാം. പാൻ ഗ്യാസിൽ വെച്ച് ചൂടാകുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ചേർത്ത് വഴറ്റി കൊടുക്കാം. സവാളയുടെ നിറം ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. പാനിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് വറ്റൽമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ഇവയിട്ട് വഴറ്റി കൊടുക്കാം. വെളുത്തുള്ളിയുടെ നിറം ചെറുതായി മാറാൻ തുടങ്ങുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാല ചേർത്ത് വഴറ്റി കൊടുക്കാം. മസാലയുടെ നിറം മാറി മൊരിഞ്ഞ മണം വരുമ്പോൾ ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും 2/2 പാലും ചേർത്തിളക്കി ഗ്രേവി ചെറുതായി തിളച്ചു തുടങ്ങുമ്പോൾ വഴറ്റി വെച്ചിരിക്കുന്ന സവാള ചേർത്തിളക്കി പാൻ അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് വേവിക്കാം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. സവാള വെന്ത് നന്നായി സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് 1/4 പാൽ ചേർത്തിളക്കി ഒരു പിഞ്ച് പഞ്ചസാര കൂടി ചേർത്ത് ഗ്രേവി തിളച്ചു തുടങ്ങുമ്പോൾ ഗ്യാസ് ഓഫാക്കാം. ഗ്യാസ് ഓഫാക്കി 15 മിനിറ്റിന് ശേഷം ഈ കറി സെർവ് ചെയ്യാവുന്നതാണ്. ഈ കറി ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം സവാള വെന്ത് നല്ലതുപോലെ സോഫ്റ്റ് ആകണം. ട്രഡീഷണൽ ഉള്ളിക്കറിയിലുള്ള ഉള്ളിയുടെ അതേ സോഫ്റ്റ്നെസ് ആണ് ഈ കറിയിൽ സവാളയ്ക്കും വേണ്ടത്. സവാളക്കറി ഒരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.